നമസ്കാരം, വിപിൻ നെടുങ്കണ്ടമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൺ ചീസ് ഓംലെറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട ഉണ്ട്, ചീസ് ഉണ്ട്, അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, ടൊമാറ്റോ. അപ്പോൾ നമുക്ക് ഈ ചേരുവകളെല്ലാം മുട്ടയ്ക്കകത്തോട്ട് ചേർക്കാം. ചേർത്തോ ഒരുമിച്ച് ചേർത്തോ. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കാണിച്ചു. ഇതാ ഒന്ന് ചെറിയ പിടിച്ചാൽ മതി. ഞങ്ങൾ അപ്പോൾ കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓംലെറ്റ് ചെറുതായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബണ്ണിന് ഒരു സോഫ്റ്റ്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവി കയറ്റി വെച്ചേക്കുവാണ് ബണ്ണ്. മുട്ടയാവട്ടെ, നല്ല ഒന്നാം തരം നല്ല കളർഫുൾ മുട്ടയാണ്, കളർഫുൾ ഓംലെറ്റ് ആണ്. നമുക്കാവട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ബണ്ണ് വെക്കുകയാണ്. അപ്പോൾ ഈ ബണ്ണിൻ്റെ ഒരു സൈഡിൽ നമ്മളിത് ഇങ്ങനെ മുട്ട ഒന്ന് കുതിർക്കുന്നുണ്ട്. തിരിച്ചിടുമ്പം ഒരു സൈഡിലും കൂടെ മുട്ട ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ചീസ് നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. മുട്ട റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കറക്റ്റ് സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ചീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഈ കുതിർത്ത് വെച്ച ബണ്ണ് എടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെക്കുക. ഓക്കെ, സെറ്റ്. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചീസ് ബൺ ഓംലെറ്റ് തിരിച്ചിടാൻ സമയമായിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചീസും കൂടെ ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഫ്ലേവറാണ്. ലോ ഫ്ലെയിമിൽ ഇത് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അടിപൊളി. അടുത്തോട്ട് കാണിച്ചു വെച്ച്. അപ്പോൾ നമ്മുടെ ചീസ് ബൺ ഓംലെറ്റ് റെഡിയാണ്. അപ്പം നമുക്കൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഈ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടി, ഒരു ഫ്ലേവറിന് ഒരു അല്പം കുരുമുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളക് ചെറുതായിട്ട് ചേർത്താൽ മതി. അപ്പോൾ ബൺ ചീസ് ഓംലെറ്റ് റെഡിയാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബായ് ബായ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും കാണാം. വീണ്ടും കാണാം. ഓക്കെ.